നമസ്കാരം. ഡബിൾ ഹോസ് റിയലി ടേസ്റ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ജീവൻ ടിവിയുടെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും റംസാൻ്റെ ആശംസകൾ. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, റംസാൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യമാസത്തിൽ എല്ലാ മുസ്ലിംസും തന്നെ ഓൾമോസ്റ്റ് നോയമ്പ് ആചരിക്കുന്നുണ്ട്. അപ്പോൾ ആ നോമ്പ് തുറക്കുന്ന ഒരു സമയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിന്ന് ലില്ലി ആൻറ്റി ഒരു സ്പെഷ്യൽ ഡിഷാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, മട്ടൻ ബിരിയാണി. അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ, അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓരോരുത്തരും ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ലില്ലി ആൻറ്റി പരിചയപ്പെടുത്തുന്നത് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതുമ നിറഞ്ഞ മട്ടൻ ബിരിയാണിയാണ്. സോ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ ആൻറ്റി അവരുടെയൊക്കെ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ കൂടുതലും മട്ടൻ ബിരിയാണി ഒരു കോമൺ ആയിട്ടുള്ള ഇതാണ്. പക്ഷെ അതിൽ നിന്നും ഒരു പുതുമ നിറഞ്ഞ ഒരു മട്ടൻ ബിരിയാണിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതില് പ്രത്യേകത നമുക്ക് തയ്യാറാക്കുമ്പോൾ കാണാം. അതെ, സസ്പെൻസ് ആണത്. നമുക്ക് ഇതിന്റെ ചേരുവകള് ഒരു 3 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്, 3/4 കിലോ മട്ടനുണ്ട്, ഒരു 500 ഗ്രാം സവോള തിന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ 5 ഗ്രാം വീതം കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ഒരു കറുവയില എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഒരു 6 ചതച്ചത്, ഇഞ്ചി ഒരു ടേബിൾ സ്പൂണോളം, ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ചതച്ചിട്ടുണ്ട്, പിന്നെ 4 വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, പുതിനയില ഒരു പിടി ചതച്ചും വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിയില അരിഞ്ഞത് ഒരു 1/2 കപ്പോളം ഉണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, ബദാം അരച്ചത്, പിന്നെ 5 വറ്റൽമുളക്, പിന്നെ ഇത് 1/4 കപ്പ് ഹോട്ടായിട്ടുള്ള മിൽക്കിൽ ഒരു ഞുള്ള് കുങ്കുമപ്പൂവ് ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, പിന്നെ ഒരു തക്കാളി നീളത്തിലരിഞ്ഞതുണ്ട്, പിന്നെ 50 ഗ്രാം കാഷ്യൂനട്ടും 30 ഗ്രാം ഉണക്കമുന്തിരിയുണ്ട്, മഞ്ഞൾപ്പൊടി. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പം ഇനി ഇത് നമുക്കിതിൻ്റെ ആദ്യമായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ഈ കാഷ്യൂനട്ടും ഈ മുന്തിരിയും ഒന്ന് നെയ്യിൽ വറുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആയിട്ട് ആദ്യം ഇത് നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോൾ ഈ കാഷ്യൂനട്ടും ഉണക്കമുന്തിരി നമ്മൾ ആദ്യം അങ്ങ് ഫ്രൈ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് ഈ 500 ഗ്രാം സവോള ഇതിൽ നെയ്യിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 50 ഗ്രാം കാഷ്യൂനട്ട് ഇട്ടു. നെയ്യ് ചൂടായിട്ട് അതിലേക്ക് കാഷ്യൂനട്ടാണ് ആദ്യം ഇടേണ്ടത്. അതാ ഒരു ബ്രൗൺ കളറായ. ഇതിന് ശേഷം മതി മുന്തിരി ഇടാനായിട്ട്. ഇതൊക്കെ വറുക്കാൻ എല്ലാ പ്രേക്ഷകർക്കും തന്നെ അറിയാം, അതുകൊണ്ട് അതിലാർക്കും ടെൻഷൻ കാണില്ല. കറുത്ത മുന്തിരി ചേർത്തു. ഇത് ചെയ്യുമ്പോൾ എനിക്കൊന്ന് കുറച്ച് മാറി നിന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലേക്ക് ഇപ്പം എണ്ണ തീർച്ചയായിരുന്നു. മാറ്റി പിടിച്ച് കോഴി വെക്കുക. ഇതിൽ തന്നെയാണോ നമ്മൾ ഇനി സവോള? കുറച്ച് ഗീയും കൂടെ ചേർക്കും. എന്നിട്ട് ഇതിലാണ് സവോള 500 ഗ്രാം സവോള വഴന്ന് കിട്ടണ്ടേ, അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിൽ ചേർക്കാം. ഇത്ര മതിയാവും. ഇത് 500 ഗ്രാം സവോളയാണ്, വളരെ തിന്നായിട്ട് അരിഞ്ഞതാണ്. സാധാരണ നമ്മൾ സവോള വഴറ്റുന്നത് എണ്ണയിലല്ലേ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ വരും. അതുപോലെ തന്നെ ഇതൊരു സെലിബ്രേഷൻ ഉണ്ടാക്കുന്ന ബിരിയാണി അല്ലേ, ഇച്ചിരി നെയ്യിൽ വറുത്തേക്കാമെന്ന് വിചാരിച്ചു.
നെയ്യിൽ വറുക്കുമ്പോൾ കൂടുതൽ എണ്ണേനേക്കാളും കൂടുതൽ സമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സെയിം ടൈമാണല്ലേ? ഇത് വഴറ്റുന്ന സമയത്ത് നമുക്ക് അരി വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിൽ നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ കുറച്ച് ചേർക്കും, കറുവയിലയും ചേർക്കും. എന്നിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ ചോറ് വെന്ത് കിട്ടാൻ താമസിക്കും. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ സവോളയുടെ കളർ ഇവിടെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്കൊന്നത് ശരിക്കും ഗോൾഡൻ കളറാണ്. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഗ്രേവിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഈ ഒരു പാകത്തിന് മതിയായിരിക്കും. പക്ഷെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അല്ലേ, ഫ്രൈ ആയിട്ട് കിടക്കണ്ടേ, കുറച്ച് സമയം എടുക്കും. ഇതിലേക്ക് ഒരു കറുവയില, ഇത് എടുത്ത് കളയാനുള്ളതാ കറുവയില. ഇത് കറുവപ്പട്ട 2-3 കഷ്ണം. ആകെ 5 ഗ്രാമാണ് കറുവപ്പട്ട എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്കായും ചേർക്കും. വെള്ളത്തിലേക്ക് ആദ്യം ഇടണം അല്ലേ? ഇത് അരി 80% വെന്ത് കഴിയുമ്പം കോരി വയ്ക്കും. എന്നിട്ട് ഒരു നിരത്തിയിട്ടാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ നല്ല ബ്രൗൺ ആക്കണം, ഗോൾഡൻ ബ്രൗൺ ആകുമ്പം കോരിയെടുക്കുക. ഇത് ഇടയ്ക്ക് വെതറാനും ഉണ്ട്, പിന്നെ ഇതിൽ അരച്ച് ചേർക്കുന്നുമുണ്ട് മട്ടനിൽ. ശരിക്കും ഈ ഒരു ബ്രൗൺ കളറാണ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടത്. ഈ നെയ്യ് നമുക്ക് മട്ടന് വേവിക്കുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കാം. ഇപ്പം ഇതിൽ നമ്മൾ ഈ സവോള വഴട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൽ ഉപയോഗിക്കാതിരിക്കാൻ കുഴപ്പമില്ല അല്ലേ? മട്ടനിന് നല്ല സവോളയുടെ നല്ല സ്മെല്ലൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 5 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടില്ലേ, അതും ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ നെയ്യിൽ തന്നെ തീ കുറച്ച് വെക്കുക. ഇത് ഫുള്ളായിട്ടാണോ അതോ നമ്മൾ അങ്ങനെ തന്നെ ഇടാം അല്ലേ? മുറിച്ചാലും കുഴപ്പമില്ല. ഇതും വറുത്ത് വെച്ചില്ലേ സവോള, അതിൻ്റെ പകുതിയും കൂടെ ഒന്ന് അരച്ചെടുക്കണം ഗ്രേവിയാക്കാനായിട്ട്. അരയ്ക്കുമ്പോൾ എളുപ്പം കൂട്ടാനും ഇതിൻ്റെ പച്ചച്ചവ ഒന്ന് പോകാനും വേണ്ടിയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം എന്തായാലും നമ്മൾ നേരത്തെ സവാള വഴട്ടിയ നെയ്യിൽ തന്നെ ഈ മുളകും ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ? എനിക്കൊന്ന് സാധാരണ ചിലരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം വഴട്ടി ആ ഒരു ഇതിൽ നെയ്യിൽ അല്ലെങ്കിൽ എണ്ണയിൽ വേറെ ഒന്നും വഴട്ടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഇത് ഇപ്പം തന്നെ യൂസ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് വെച്ചോണ്ടിരുന്നാലായിരിക്കും അല്ലേ? നമുക്ക് ആ വറുത്ത് വെച്ച സവോളയുടെ പകുതിയും ഈ മുളകും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം മിക്സിയിൽ.